Hi friends, welcome to my school. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ 26 ലെറ്റേഴ്സും അവയുടെ സൗണ്ട്സുമാണ്. ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ സൗണ്ട്സ് മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് വളരെ എളുപ്പത്തിൽ വായിക്കാനും എഴുതാനും സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ അക്ഷരം ഏതാണ്? Which one is the first letter? A. എങ്ങനെയാണ് നമ്മൾ A എന്ന ലെറ്റർ എഴുതുന്നതെന്നും ആ എ എന്ന ലെറ്ററിന്റെ സൗണ്ട് എന്താണെന്നും എ എന്ന സൗണ്ട് വരുന്ന എ എന്ന ലെറ്ററും സൗണ്ടും വരുന്ന വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ എ. എ എന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. എ, ക്യാപിറ്റൽ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ, എ എന്ന ലെറ്റർ നമ്മൾ എഴുതാൻ പഠിച്ചു. ഇനി എ എന്ന ലെറ്ററിന്റെ സൗണ്ട്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് എ? ദാറ്റ് ഈസ് എ. ഓക്കെ, എ അഥവാ ആ. രണ്ട് സൗണ്ട്സ് ഉണ്ട് എ എന്ന ലെറ്ററിന്. എ എന്ന സൗണ്ടും ആ എന്ന സൗണ്ടും. ഓക്കെ, ചില സന്ദർഭങ്ങളിൽ മാത്രം എ എന്ന ലെറ്റർ നമ്മൾ ആ എന്നും ഉച്ചരിക്കാറുണ്ട്. എ എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സും നമുക്ക് പഠിക്കാം. ആൻഡ്, എ N T, ant. അവിടെ എങ്ങനെയാണ് അതിന്റെ സൗണ്ട് വരുന്നത്? എ. എ. Then next letter word apple. A P P L E, apple. ആപ്പിൾ എന്ന് ഉച്ചരിക്കുന്നതിലും എയുടെ സൗണ്ട് എ. ആപ്പിൾ. Then next word arm. A R M. ഇവിടെ നമ്മൾ എയുടെ സൗണ്ട് ഉച്ചരിക്കുന്നത് ആ എന്നാണ്. ആപ്പിൾ ആൻഡ് ആം. ഓക്കെ, ക്ലിയർ? അപ്പം എ എന്ന ലെറ്ററിന് രണ്ട് സൗണ്ടുകളാണുള്ളത്. ഒന്ന് എ, അടുത്തത് ആ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി, ദെൻ സ്മോൾ ലെറ്റർ ബി. ബി എന്ന ലെറ്ററിന്റെ സൗണ്ട് ബ്. ബ്. ഓക്കെ, ബി എന്ന ലെറ്ററിന്റെ സൗണ്ട് ബ്. ബി എന്ന ലെറ്റർ വരുന്ന വേർഡ്സ് നമുക്ക് പരിചയപ്പെടാം അല്ലേ? ഓക്കെ, ബാറ്റ്, ബാറ്റ്. ദെൻ ബിഗ്, ബിഗ്. ബാറ്റ്. ബാറ്റ് എന്ന വേർഡ് നോക്കുക. ബിയുടെ സൗണ്ട് ബ്. ബിന്റെ കൂടെ എയുടെ സൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു. എ. ബ് എ വരുമ്പോ എന്തായി മാറി? ബാറ്റ്. ബാറ്റ്. ഓക്കെ, ബാറ്റ്. ദെൻ നെക്സ്റ്റ് ലെറ്റർ ബിഗ്. ബിഗ് എന്നുള്ളതിൽ ബിയുടെ സൗണ്ട് ബ്. ഐയുടെ സൗണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? നമുക്ക് മുന്നോട്ട് പഠിക്കാം. ബിന്റെ കൂടെ ഐ വരുമ്പോ ബി. ബിഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ് ബിൻ. ബി ഐ എൻ. ഇവിടെ ബിയുടെ സൗണ്ട് ബ്. ബിന്റെ കൂടെ ഐ വരുമ്പോ ബി എൻ, ബിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെറ്റർ നമുക്ക് നോക്കാം. സി. ക്യാപിറ്റൽ ലെറ്റർ സി, ദെൻ സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ സിയും എഴുതുന്നത് നമ്മൾ കണ്ടു. ദെൻ സി എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. സിയുടെ സൗണ്ട് നമ്മൾ നോക്കിയില്ലല്ലോ. സിയുടെ സൗണ്ട് ക്. സിയുടെ സൗണ്ട് ക്. CAT. ക്. സിയുടെ സൗണ്ട് ക്. ദെൻ എയുടെ സൗണ്ട് എ. ടിയുടെ സൗണ്ട് ട്. CAT, കാറ്റ്. ക് എ ട്, കാറ്റ്. ദെൻ നെക്സ്റ്റ് വേർഡ് CROW. സിയുടെ സൗണ്ട് ക്. സിയുടെ സൗണ്ട് ക്. കിന്റെ കൂടെ ആർ വരുമ്പോ കൃ. ഓ ക്രോ. ഡബ്ല്യു ക്രോ. ദെൻ നെക്സ്റ്റ് COW. സിയുടെ സൗണ്ട് ക്. കിന്റെ കൂടെ ഓ ഡബ്ല്യു, കൗ. ബാക്കിയുള്ള ഓരോ ലെറ്റേഴ്സും നമുക്ക് ഓർഡറിൽ ഇങ്ങനെ സൗണ്ട്സ് പഠിച്ചുകൊണ്ട് വരാം. അപ്പം സിയുടെ സൗണ്ട് മാത്രം മിസ് ഇവിടെ പറയാം കേട്ടോ. ഓക്കെ, CAT, കാറ്റ്. ക് ആറ്റ്, കാറ്റ്. ദെൻ CROW, ക്. ROW, ക്രോ. Then
COW. C യുടെ സൗണ്ട് K, OW, cow. Okay? Cow. Cat, crow, cow. Then next letter D. എങ്ങനെയാണ് D എന്ന് ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നത് കണ്ടല്ലോ. Then small letter D. Small letter D. D യുടെ സൗണ്ട്. What is the sound of D? D. D. Okay? D യുടെ സൗണ്ട് D. DOG. DOG. എന്തായി മാറി? D യുടെ സൗണ്ട് D. OG. Dog. 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 D for D. Okay? Then dip. 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 D യുടെ സൗണ്ട് D. D ന്റെ കൂടെ ആയി വരുമ്പോൾ dip. 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 Then next word DOVE. Dog. D യുടെ സൗണ്ട് D. OVE. Dog. Dog. Okay? Dog. Dip. Dog. Dog. Dip. Dog. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ D യുടെ സൗണ്ട് എന്താണ്? D. Then next letter E. Capital letter E എങ്ങനെയാണ്, small letter E എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. Then first capital letter E. Okay? Then small letter E. മനസ്സിലായോ? ഈ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ഇനി E എന്ന വേർഡ്, E എന്ന ലെറ്റർ വരുന്ന വാക്കുകൾ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വാക്ക്, ഫസ്റ്റ് വേർഡ് എഗ്. EGG. ഈയുടെ സൗണ്ട് എന്താണ്? എ. ഈയുടെ സൗണ്ട് എ. EGG. എഗ്. എ. എ. ഈയുടെ സൗണ്ട് എ. ഓക്കെ? എഗ്. Then next word elephant. 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 അവിടെ ഈയുടെ സൗണ്ട് എന്താ വരുന്നത്? എ. LE കഴിഞ്ഞിട്ട് എ ല എ. Elephant. Elephant. Okay? Understand? Egg. Elephant. Then next word engine. 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 Okay? അവിടെ വരുന്നത് EN. N. N. A. ഈയുടെ സൗണ്ട് വരുന്നത് എ. N. Engine. Okay? Clear? Then നമുക്ക് നെക്സ്റ്റ് ലെറ്റർ നോക്കാം. ഈ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ F. ക്യാപിറ്റൽ ലെറ്റർ F. Then small letter F. F എന്ന ലെറ്ററിന്റെ സൗണ്ട് F. F. Okay? F. ഫസ്റ്റ് വേർഡ് ഫാൻ. എഫിന്റെ സൗണ്ട് നമ്മൾ പഠിച്ചു F. എയുടെ സൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എ. F. A. Fan. F. A. Fan. Fan. Okay? Then fox. 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 എഫിന്റെ സൗണ്ട് F. FOX. Fox. Then next word fly. 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 ഇവിടെ എഫിന്റെ സൗണ്ട് F. Fly. Fly. Okay? Then next letter. Capital letter G. Then small letter G. Capital letter G. Small letter G. G യുടെ സൗണ്ട് എല്ലാവരും നോട്ട് ചെയ്യുക. G യുടെ സൗണ്ട് G. G യുടെ സൗണ്ട് G. G. അപ്പൊ നമുക്ക് വേർഡ്സ് പഠിക്കാം. G എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ്. GUN. 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 G യുടെ സൗണ്ട് G. G. Then next word go. 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 G യുടെ സൗണ്ട് G. G. O വരുമ്പോൾ go. Then next word got. G യുടെ സൗണ്ട് G. G. Ot. Got. Okay? Gun. Go. Got. അപ്പൊ G യുടെ സൗണ്ട് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. G.
Then next letter. H. Capital letter H. Then small letter H. H എന്ന ലെറ്ററിന്റെ സൗണ്ട് ഹ. ഹ. Hന്റെ സൗണ്ട് ഹ. H-A-T. H-A-T. ഹ. Hന്റെ സൗണ്ട് ഹ. എയുടെ സൗണ്ട് എ. ട്. Hat. ഹ. ആറ്റ്. Hat. ഹ പ്ലസ് എ എന്തായി മാറി? ഹാ. Hat. Hന്റെ സൗണ്ട് ഹ. Hat. Then hot. H-O-T. Hot. Hന്റെ സൗണ്ട് ഹ. O. T. Hot. H-O-T. Hot. Then next word H-O-R-N. Horn. അവിടെ Hന്റെ സൗണ്ട് ഹ. ഹന്റെ കൂടെ O വരുമ്പോൾ horn. H-O-R-N. Horn. Horn. Okay. Hat. Hot. Horn. Hന്റെ സൗണ്ട് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഹ. ഹ. Okay. Then next letter I. Capital letter I. Then small letter I. ഐയുടെ സൗണ്ട്. ഐക്ക് രണ്ട് സൗണ്ടുകളുണ്ട്. ഐയുടെ സൗണ്ട് ഇ. ചില സമയങ്ങളിൽ ഐയുടെ സൗണ്ട് ഐ എന്ന് തന്നെയാണ്. നമുക്ക് രണ്ട് സൗണ്ടും വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് ഇഗ്ലൂ. I-G-L-O-O. ഐയുടെ സൗണ്ട് ഇ. ജിയുടെ സൗണ്ട് ഗ. എന്തായി മാറി? ഇഗ്. ഇഗ്ലൂ. ഇഗ്ലൂ. ഓക്കെ. ഇഗ്. ജിയുടെ സൗണ്ടും പഠിച്ചു, ഐയുടെ സൗണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു. I-G-L-O-O. ഇഗ്ലൂ. ദെൻ നെക്സ്റ്റ് വേർഡ് I-N. എന്താ വായിക്കുക? ഐയുടെ സൗണ്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇ. ഇൻ. ഓക്കെ. ഇൻ. ഇഗ്ലൂ. ഇൻ. ഐയുടെ സൗണ്ട് ഇ. ദെൻ നെക്സ്റ്റ് വേർഡിൽ ഐയുടെ സൗണ്ട് ഐ എന്നാണ് വരുന്നത്. നോക്കാം. I-C-E. ഐസ്. I-C-E. ഐസ്. ഓക്കെ. ഇഗ്ലൂ. ഇൻ. ഐസ്. അപ്പം ഐയുടെ സൗണ്ട്, ഐക്ക് രണ്ട് സൗണ്ടുകളുണ്ട്. ഇ എന്ന സൗണ്ടും ഐ എന്ന സൗണ്ടും. ഓക്കെ, ക്ലിയർ? അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ലെറ്റേഴ്സ് വെച്ച് നമുക്ക് നിർത്താം. ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്? എ. എയുടെ സൗണ്ട് എ. ദെൻ ബി. ബിയുടെ സൗണ്ട് ബ്. ദെൻ സി. സി ഫോർ ക. Then D. D for D. D. Okay. Then E. E for A. E for A. Then F. F for F. F for F. Then G. G യുടെ സൗണ്ട് G. G. Then H. 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 Okay. Then I. ഐക്ക് രണ്ട് സൗണ്ടുകളുണ്ട്. E അല്ലെങ്കിൽ I. Okay, clear? അപ്പോൾ എല്ലാവരും വാക്കുകൾ സൗണ്ട്സ് യൂസ് ചെയ്തിട്ട് വായിക്കാൻ ശ്രമിക്കാം. ഓക്കെ. മുഴുവൻ ലെറ്റേഴ്സിന്റെ സൗണ്ട്സ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും സാധിക്കും. ഓക്കെ, ബൈ.